മലമ്പുഴ ഡാമിന്റെ അടുത്തുള്ള കേരള വനം വന്യജീവി വകുപ്പിന്റെ സ്നേക്ക് പാർക്കിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മലമ്പുഴ ഡാം കാണാൻ എത്തുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഏരിയയാണിത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത്. ടിക്കറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയും മാത്രമാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ പാലിച്ചിരിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ലെഫ്റ്റിലായി തന്നെ പ്രധാനപ്പെട്ട പാമ്പുകളുടെ പേരും വിവരങ്ങളും അടങ്ങിയ ചെറിയൊരു ബ്രീഫും കൂടെ കൊടുത്തിട്ടുണ്ട്. കയറി ചെന്നാൽ ആദ്യം തന്നെ കാണുന്നത് നാഗരാജാവായ മൂർഖനെയാണ്. അടുത്തതും അത്യന്തം വിഷപ്പാമ്പായ അണലിനെയാണ് ഇട്ടിരിക്കുന്നത്. തവിട്ട് നിറത്തിലുള്ള ശരീരവും ചങ്ങല കണ്ണികൾ പോലെ 3 നിര കറുത്ത പാടുകളുമാണ് ഇതിന്റെ അടയാളം. ഇന്ത്യൻ ബിഗ് 4 സ്നേക്കിൽപ്പെട്ട മറ്റൊരു അപകടകാരിയായ പാമ്പാണ് ഈ കാണുന്ന വെള്ളിക്കട്ടൻ. പകൽ സമയം മുഴുവൻ ശാന്തനും രാത്രിയിൽ ഇര തേടാൻ ഇറങ്ങുന്ന ഇവർ കടിച്ചാൽ അറിയുക പോലും ഇല്ല. അടുത്ത ആളെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ വള്ളിപ്പടർപ്പ് പോലെ കിടക്കുന്നത് കാണാം. ഈ കൂട്ടരാണ് പച്ചിലപ്പാമ്പ്. ഇനിയുള്ള സെക്ഷനിൽ വിഷമില്ലാത്ത പാമ്പുകളായ വില്ലൂന്നി, ചേര, കാട്ടുപാമ്പ് എന്നിവരെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുന്ന് തൊട്ടുമാറി മറ്റൊരു സെപ്പറേറ്റ് ചില്ലുകൂട്ടിലായിട്ട് മലമ്പാമ്പിനെ ഇട്ടിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ കോർണറിലേക്കാണ്. വിഷമുള്ളതും വിഷമില്ലാത്തതുമായ ഒത്ത സൈസിലുള്ള ഒരു 19ഓളം പാമ്പുകളെ കൂട്ടമായി ഇട്ടിരിക്കുന്ന ഒരു ഇടമാണിത്. ഇത് കാണുമ്പോൾ പേടിയല്ല, ഒരുതരം അറപ്പാണ് തോന്നുക. കാരണം ഇവിടെ എവിടെ നോക്കിയാലും പാമ്പാണ്. ചെടിയിൽ നോക്കിയാൽ അവിടെ, ചെടിച്ചട്ടിയിൽ അകത്തും പുറത്തും. പിന്നെ ഇവിടെയുള്ള 2 മരക്കുറ്റികളായിട്ട് എത്ര പാമ്പുകളാണ് കെട്ടുപിടിഞ്ഞ് കിടക്കുന്നതെന്ന് എണ്ണിയാൽ തീരില്ല. മൂർഖനും അണലിയും ചേരയും അങ്ങനെ എല്ലാവിധ ടീംസും എന്തൊരൊത്തൊരുമയോടെയാണ് കിടക്കുന്നത് നോക്കിയേ. മനുഷ്യർക്ക് ഇവരൊരു മാതൃകയാണ്. നോ കോംപ്ലക്സ്. പാലക്കാടിന്റെ പ്രകൃതി സൗന്ദര്യത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും മെയിൻ ഹബ്ബായ മലമ്പുഴയിൽ 1984 വനം വന്യജീവി വകുപ്പിന്റെ ഈ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത്. പരിക്കേറ്റതോ മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ നിന്ന് പിടികൂടിയതുമായ പാമ്പുകളെ പുനരധിവസിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് പാമ്പുകളെ കുറിച്ചുള്ള അവബോധം നൽകാനുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയുള്ള മുതലക്കുളമാണിത്. അടുത്തൊരു സെക്ഷനിൽ വരുന്നത് കരിഞ്ചേര, വില്ലൂന്നി, ചുരുട്ട എന്നീ കുറച്ച് പാമ്പുകളുള്ള ഒരു സെക്ഷനാണ്. ഇനി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തിയാൽ നീണ്ട ഒരു നെട്ടുകൂടാരമാണ് കാണുന്നത്. അവിടെ മരച്ചില്ലയിലേക്ക് നോക്കുക എന്നൊരു ബോർഡ് കാണാം. നോക്കിയാലുള്ള കാഴ്ചയാണ് ഇത്. ഇവിടെ മരച്ചില്ല മാത്രം കണ്ടില്ല എന്ന് പറയാം. എണ്ണമറ്റ മലമ്പാമ്പുകളുടെ കെട്ടുപിടഞ്ഞുള്ള കിടപ്പാണ് കാണുന്നത്. ഇനി താഴേക്ക് നോക്കിയാലോ? എനിക്ക് ആരെയും പേടിയില്ല എന്ന മട്ടില് നല്ല ആക്റ്റീവായി വിലസുന്ന ആമക്കുട്ടന്മാരെയും കാണാം. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല AC റൂമിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു VIP നെ കൂടി കാണാം. വേറെ ആരുമല്ല, നമ്മുടെ നാഗരാജാവായ കിങ് കോബ്ര. പിന്നെ ഈ സ്നേക്ക് പാർക്കിൽ തന്നെയുള്ള ഒരു വനശ്രീയുടെ ഇക്കോ ഷോപ്പാണിത്. തൊട്ടടുത്ത് കിണറ് പോലെ ഒരുക്കിയൊരു കൂട് കാണാം. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാണ്. നോക്കിയപ്പോ കണ്ട കാഴ്ചയാണിത്. 2 ഭീമ മലമ്പാമ്പുകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഒരു സ്നേക്ക് പാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചും വിവിധയിനം പാമ്പുകളിൽ വിഷപ്പാമ്പുകളെയും വിഷമില്ലാത്തവയെയും എങ്ങനെ തിരിച്ചറിയാം, അവയുടെ പ്രത്യേകതകൾ എന്നിവയൊക്കെ ഇവിടെ വരുന്നവർക്ക് വലിയൊരു അറിവ് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെയാണ് ഈ സ്നേക്ക് പാർക്കിന്റെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.